ജോസഫ് സാർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഓവറോൾ? ഇന്നലത്തെ പ്രോഗ്രാം ഇന്നലത്തെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തം നമ്മുടെ മൊത്തത്തിൽ ആദ്യം തന്നെ മസായിമാരനെ പറ്റി പറയട്ടെ. ഞാൻ ഈ പുറത്തൊക്കെ പോയി വെയിലും കൊണ്ട് നടക്കുന്ന ഒരു ഒരു വ്യക്തിയല്ല. പക്ഷേ ആ മസായിമാരയിൽ ഒരു 3.5 മണിക്കൂർ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. 3.5-4 മണിക്കൂറിനകം ഞങ്ങൾ ഇന്നലെ ഒരു എണ്ണമെടുത്തു. 25 വ്യത്യസ്ത ജീവികളെ വളരെ അടുത്ത്, ജിറാഫിനെയൊക്കെ ഇപ്പോൾ നമ്മുടെ ഷൈൻ നിൽക്കുന്ന അടുപ്പത്തിൽ കാണാൻ സാധിച്ചു. വളരെ അടുത്താണ്. സെൽഫിയൊക്കെ എടുത്തു. സെൽഫി വിത്ത് ജിറാഫ്, അങ്ങനെ അതേപോലെ സീബ്ര. പിന്നെ ഒരു പെൺ സിംഹത്തിനെയും അത് ഭക്ഷണം അത് ഒരു ഒരു വിൽഡ് ബീസ്റ്റിനെ കൊന്നിട്ട് അവിടെ വെച്ച് തിന്നുന്നു. വളരെ അടുത്ത് 4-5 അടി. പിന്നെ ഒരു ആൺ സിംഹം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ഒരു മദാലസിയായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്നു. അതൊക്കെ വളരെ അടുത്ത്. പിന്നെ ആനക്കൂട്ടങ്ങൾ, ഒരു ആനക്കൂട്ടം 10-25 ആനകളെ ഞങ്ങൾക്ക് എണ്ണാൻ സാധിച്ചു. പിന്നെ ഒരു ഒറ്റ ആന കണ്ടു, ഗംഭീരമായിട്ടുള്ള ആഫ്രിക്കൻ ആന എന്നൊക്കെ പറയില്ലേ, വലിയ കൊമ്പൊക്കെ ആയിട്ട്. എനിക്കറിഞ്ഞൂടെ, ഒരു 10-20 അടി പൊക്കത്തിലുള്ളൊരു ഒരെണ്ണം. പിന്നെ വിൽഡ് ബീസ്റ്റിന് കണക്ക് ഇല്ല, ലക്ഷങ്ങൾ. അവർ ക്രോസിങ് വേറെ ലക്ഷങ്ങൾ, ഞാൻ വെറുതെ പറയുകയല്ല, ലക്ഷങ്ങൾ. ഇപ്പോൾ 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കാണാൻ സാധിച്ചു. പിന്നെ പക്ഷികൾ, ഞാൻ കാണാത്ത എനിക്ക് പക്ഷികളെ പറ്റി വലിയ വിവരമൊന്നുമില്ല. പക്ഷേ പെലിക്കൻ എന്ന് പറഞ്ഞ ഒന്ന്, പിന്നെ പെലിക്കനെ പണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ക്രെയിൻ എന്ന് പറഞ്ഞ തലയിൽ ഒരു തരം കിരീടം വെച്ച ഒന്ന്. പിന്നെ കുരങ്ങന്മാർ, ബബൂൺസ്, പിന്നെ സീബ്ര, പിന്നെ ആന്റിലോപ്പ്. 3 തരം മാനുകൾ തന്നെ കണ്ടു. ഒന്ന് ആന്റിലോപ്പ്, ഒന്ന് ഇംപാല, ഒന്ന് തൊപ്പി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു 3 തരം മാൻ തന്നെ. പന്നി, വാട്ട് ഹോഗ് എന്ന് പറയുന്ന പന്നി, നമ്മൾ സാധാരണ പന്നി, അങ്ങനെ കണക്കില്ല. 25 എണ്ണത്തിൽ ഞങ്ങൾ ഇന്നലെ കാലത്ത് അതിൻ്റെ ഒരു ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മസായമേഷ ഈ പറഞ്ഞ പോലെ വലിയ വെയിലൊന്നും കൊള്ളേണ്ടി വന്നില്ല. ഗംഭീരമായിട്ടുള്ള, എനിക്ക് ഈ വൈൽഡ് ലൈഫിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഇത് പോയതിന് ശേഷം താല്പര്യം വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അല്പം ഇപ്പോൾ ഷൈൻ വിളിച്ചു, നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വന്നത്. അല്ലെങ്കിൽ വരില്ല. പക്ഷെ വന്നിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമായേനെന്നാണ് വിശ്വാസം. പിന്നെ ഇന്നലത്തെ വേറെ മറ്റേ മീറ്റിങ്ങും ഗംഭീരമായിട്ട് നടന്നു. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ട്രെയിൻ ചെയ്യുന്ന കിനിയൻ സ്കൂൾ ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ 12 ലക്ഷത്തോളം, 9 ലക്ഷം ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർ. അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം, ഗംഭീരമായിട്ടൊരു സ്ഥാപനം. ഒരു വശത്ത് സ്ഥാപനം, അവരുടെ ഡയറക്ടർ ജനറൽ തന്നെ ഒരു 1.5 മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളുടെ ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഒരുപാട് നല്ല സജഷൻസ് വന്നു. ഈ വന്ന ചെറിയത് ഒരു വലിയ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സജഷൻസ് പലതും വന്നു. അതൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ മീറ്റിംഗ്, ആ ബിസിനസ് സെൻ്റർ മീറ്റിംഗ്, ഞാനൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിലും ആ ബിസിനസ് സെൻ്റർ മീറ്റിംഗ് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ അവസാനം എന്നോട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഷൈൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞത്, ഞാൻ ഈ 35-40 വർഷം UN അഡ്മിനിസ്ട്രേഷനിലും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ ഇരുന്നായിട്ട് 1.5 മണിക്കൂറിനകം ഇത്രയും ക്രിയാത്മകമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ച ഒരു മീറ്റിംഗ് ഞാൻ വളരെ ചുരുക്കമായിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പിരിയുന്നത്. താങ്ക് യു സോ മച്ച്.